കുറച്ച് അന്യഗ്രഹ ജീവികൾ സ്പേസ് ഷിപ്പിൽ ഭൂമിയിലേക്ക് മനുഷ്യരെ ആക്രമിക്കാൻ വരുന്നു. അവർ മനുഷ്യരെ ആക്രമിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നു. എന്നാൽ ഒടുവിൽ മനുഷ്യർ ഒരുമിച്ച് അവർക്കെതിരെ പൊരുതി ജയിക്കുന്നു. അന്യഗ്രഹ ജീവികൾ ഹോളിവുഡ് സിനിമകളിൽ ഒരുപാട് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ അന്യഗ്രഹ ജീവികൾ മറ്റു ഭാഷകളിലും പ്രമേയമായി മാറിയിട്ടുണ്ട്. അന്യഗ്രഹ ജീവികൾ സത്യത്തിൽ ഉണ്ടോ അതോ അന്യഗ്രഹ ജീവികൾ വെറും കെട്ടുകഥകളാണോ? അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അവരെ മനുഷ്യർ കണ്ടെത്താനെടുക്കുന്ന ശ്രമങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നാസയിൽ പ്രവർത്തിക്കുന്ന ജ്യോതിശാസ്ത്രജ്ഞരുടെ ഇന്റർവ്യൂകൾ കാണുകയും അവരുടെ കുറിപ്പുകൾ, അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഒരുപാട് സമയം ചെലവിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഭൂമിയിൽ ജനിക്കാത്തതും ഭൂമിക്ക് വെളിയിൽ നിന്നും വന്നതുമായ ജീവശകലങ്ങളെയാണ് അന്യഗ്രഹ ജീവൻ അഥവാ അന്യഗ്രഹ ജീവി എന്ന് വിശേഷിപ്പിക്കാവുന്നത്. ഇവ ബാക്ടീരിയ പോലുള്ള ലളിത ജീവികളോ അല്ലെങ്കിൽ മനുഷ്യരെ പോലെയോ മനുഷ്യരെക്കാൾ 10 മടങ്ങ് ബുദ്ധിശക്തിയുള്ളവയോ ആയിരിക്കാം. ബഹിരാകാശത്തെ വിദൂര ഗ്രഹങ്ങളിൽ ഏതിലെങ്കിലും ജീവനോ ജീവജാലങ്ങളോ ഉള്ളതായി അറിവായിട്ടില്ല. എന്നാൽ ജീവന്റെ അടിസ്ഥാനമായി കാണുന്ന ജലം ചില ഗ്രഹങ്ങളിലുള്ളതായി അറിവ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അവിടെ ജീവനുകൾ ഉണ്ടാവാം എന്ന നിഗമനത്തിലെത്താൻ കാരണം. ആദിമ മനുഷ്യർ ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒഴികെ മറ്റൊന്നും ഇല്ല എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. പിന്നീട് ജ്യോതിശാസ്ത്രമാണ് പ്രപഞ്ചം എന്നൊരു വ്യാഖ്യാനം നൽകിയത്. സൂര്യനെ പോലെ കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നിറഞ്ഞതാണ് പ്രപഞ്ചം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ നടത്തിയ ഗവേഷണങ്ങൾ പറയുന്നത് പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളിൽ പകുതിയിലും ഗ്രഹങ്ങൾ ഉൾപ്പെട്ടിരിക്കുമെന്നാണ്. ക്ഷീരപഥത്തിൽ 1 ട്രില്യണിലധികം ഗ്രഹങ്ങൾ ഉണ്ടാവാം എന്ന് കണക്കാക്കപ്പെടുന്നു. സയന്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചതുപോലെ ചില ഗ്രഹങ്ങളിൽ ജീവനുകൾ ഉണ്ടാവാം. എന്നാൽ അത് സാധ്യതകളിൽ ഒന്ന് മാത്രമാണ്. ഭൂമിയുടെ ആയുസ് 4.5 ബില്യൺ വർഷങ്ങളുടെ പഴക്കമുണ്ടാവാം എന്നാണ് ഇവർ കണക്കാക്കുന്നത്. 3.4 ബില്യൺ വർഷം പഴക്കമുള്ള ഓസ്ട്രേലിയയിലെ സ്ട്രോമാറ്റോലൈറ്റുകൾ എന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഭൂമിയിൽ ജീവന്റെ ആദ്യകാല തെളിവുകൾ ലഭിക്കുന്നത്. ബാക്ടീരിയകൾ പോലും ജൈവശാസ്ത്രപരമായി സങ്കീർണമായതാണ് എങ്കിലും ഭൂമിയിൽ അത് വേഗം സംഭവിച്ചു. മറ്റൊരു ഗ്രഹത്തിലും ഇത്രത്തോളം എളുപ്പമല്ല എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. അമേരിക്കയിലെ പകുതിയിലധികം ആളുകളും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിനെ ന്യായീകരിക്കുന്നവർ തെളിവുകളായി പറക്കും തളികയും അവയുടെ അവശിഷ്ടങ്ങളും മറ്റും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രശസ്ത ശാസ്ത്രജ്ഞരായ കാൾ സാഗൻ, സ്റ്റീഫൻ ഹോക്കിങ്സ് തുടങ്ങിയവരുടെ അഭിപ്രായം ഭൂമിക്ക് പുറത്ത് ജീവൻ ഇല്ലാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. മനുഷ്യരെ പോലെയുള്ള ജീവനുകൾ ഒരുപാട് ഗ്രഹങ്ങളിൽ ഉണ്ടാവാം എന്നാണ്. അതിന് സാധ്യത കൂടുതലുമാണ്. സൂര്യനേക്കാൾ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും വലിപ്പമുള്ളതുമായ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. കോടാനുകോടി ഗ്രഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരെക്കാൾ കൂടുതൽ സാങ്കേതിക വിദ്യയിലും ബുദ്ധിയിലും കരുത്തിലും മുന്നിൽ നിൽക്കുന്ന ജീവിവർഗങ്ങൾ ഉണ്ടായിരിക്കാം. ഏറ്റവും ദൗർഭാഗ്യകരമായ വസ്തുത നമുക്ക് അവയെക്കുറിച്ച് അറിവുകൾ ഇല്ല എന്നുള്ളത് മാത്രമാണ്. ഭൂമിയിൽ ജീവൻ ഉണ്ടാവുന്നതിന് കോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവനുകൾ ഉണ്ടായിരിക്കാം. അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നതിനുള്ളതിന് സിനിമകളിൽ കണ്ടതോ പുസ്തകങ്ങളിലോ കഥകളിലോ മറ്റോ കേട്ടറിഞ്ഞതോ ആയ വസ്തുതകളെ ചൂണ്ടിക്കാണിക്കാനാവില്ല. അതിന് ശാസ്ത്രീയമായ വസ്തുതകളെ നിരത്തേണ്ടതുണ്ട്. 1977 ഓഗസ്റ്റ് 15 വിചിത്രമായ ഒരു തരംഗം ബിഗ് ഇയർ റേഡിയോ ടെലിസ്കോപ്പിൽ ലഭിച്ചു. ലോസ്റ്റ് സിഗ്നൽ എന്നറിയപ്പെടുന്ന ഈ തരംഗത്തിന് സാധാരണ തരംഗങ്ങളെക്കാൾ 30 ഇരട്ടി തീവ്രത ഉണ്ടായിരുന്നു. അതിന്റെ ദൈർഘ്യം 72 സെക്കൻഡ് ആയിരുന്നു. ഇത് കണ്ടെത്തി രേഖപ്പെടുത്തിയത് 1960 നാസ സ്ഥാപിച്ച സെറ്റി എന്ന പ്രൊജക്ടിലെ ജെറി ആർ ഈമൻ എന്നയാളാണ്. 6EQUJ5 എന്നായിരുന്നു കമ്പ്യൂട്ടർ ആ തരംഗത്തെ രേഖപ്പെടുത്തിയിരുന്നത്. വൗ സിഗ്നൽ എന്നറിയപ്പെടുന്ന ആ തരംഗം ഇന്നേവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വിചിത്രമായ തരംഗമാണ്. അന്യഗ്രഹ ജീവികളുടേതാവാം ആ തരംഗം എന്ന് വിശ്വസിക്കപ്പെടുന്നുവെങ്കിലും ഇന്നും ഇതേക്കുറിച്ച് ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ മറ്റൊരു വിചിത്രമായ സിഗ്നൽ രേഖപ്പെടുത്തുകയുണ്ടായി. അത് നാസ ജീവന്റെ സാന്നിധ്യമുള്ള ഗ്ലൈസെ 581 എന്ന ഗ്രഹം കണ്ടെത്തിയതിന്റെ അടുത്ത വർഷമായിരുന്നു. വെറും 20 പ്രകാശവർഷം അകലെ മാത്രമായിരുന്നു അത്. അന്യഗ്രഹ ജീവികളെ അതിശയകരമായി ശാസ്ത്രീയമായി
വിപുലമായി ചിന്തിക്കുകയും സമർത്ഥിക്കുകയും ചെയ്തവരിൽ ഒരാളാണ് ഫ്രീമാൻ ഡൈസൺ. അദ്ദേഹത്തിന്റെ വാദത്തെ ഡൈസൺ സ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. അതെന്താണ് എന്ന് വെച്ചാൽ, വളരെ അത്യാധുനിക വിപുലമായ സാംസ്കാരിക ജനത ഉണ്ടാവണമെങ്കിൽ വളരെയധികം ഊർജ്ജം വേണം. അതായത് ഭൂമിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ് സൂര്യനാണ്. അതുപോലെ മനുഷ്യരെക്കാൾ സാങ്കേതിക വിദ്യയിലും ബുദ്ധിയിലും കരുത്തിലും പ്രഗത്ഭരായ ഒരു ജീവവംശം ഉണ്ടാവണമെങ്കിൽ സൂര്യനേക്കാൾ വലിയ ഒരു ഊർജ്ജ സ്രോതസ് വേണം. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഒരു സമയത്ത് ഗ്രഹങ്ങളുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ലഭിക്കുന്നത്. ഒരു അത്യാധുനിക ജീവിവംശത്തിന് രാത്രിയോ പകലോ ഒന്നുമില്ലാതെ എപ്പോഴും ഊർജ്ജം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ പകലാവുന്നതുവരെ, അതായത് ഊർജ്ജം ലഭിക്കുന്നതുവരെ കാത്തിരിക്കാതെ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം എല്ലാ സമയത്തും ലഭിക്കുന്നതിനായി കൂറ്റൻ സോളാർ സെല്ലുകൾ സൂര്യന്റെ ചുറ്റും നിർമ്മിച്ച് ഊർജ്ജം ശേഖരിക്കുന്നു എന്നതാണ് ഡൈസന്റെ തിയറി. ഒരു കൂറ്റൻ സെല്ലുകൾ നക്ഷത്രത്തിൽ നിന്നുള്ള എല്ലാ വികിരണങ്ങളും ശേഖരിക്കുകയും ആ അന്യജീവവംശത്തിന് അതിശക്തമായ ഒരു വംശം നിർമ്മിക്കുന്നതിനാവശ്യമായ ഊർജ്ജമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലരും ഇതിനെ വിമർശിക്കുന്നുണ്ട്. പലരെയും അതിശയിപ്പിക്കുന്ന കാര്യം, ഒരു ജീവിവംശത്തിന് ഒരു നക്ഷത്രത്തിന് ചുറ്റും കൂറ്റൻ സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ്. എന്നാൽ ഇവയുടെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് നാസയിലെ ജ്യോതിശാസ്ത്രജ്ഞയായ മിഷേൽ താലർ പറയുന്നു. അതിന്റെ കാരണമായി അവർ 2 വർഷം മുമ്പുണ്ടായ അവരെ വളരെ ആവേശഭരിതയാക്കിയ ഒരു സംഭവം ചൂണ്ടിക്കാട്ടുന്നു. നാസയുടെ കെപ്ലർ എന്ന സാറ്റലൈറ്റിൽ വർഷങ്ങളായി ഒരേ ദിശയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നു. അതിലുള്ള എല്ലാ നക്ഷത്രങ്ങളെയും ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾക്കും അവയുടെ ആ രീതിയിൽ മാറ്റമുണ്ടോ എന്നാണ് സാറ്റലൈറ്റ് പരിശോധിക്കുന്നത്. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നക്ഷത്രത്തെ എന്തോ ഒന്ന് അതിന്റെ പ്രകാശ മറയ്ക്കുന്നതായി സാറ്റലൈറ്റ് കണ്ടെത്തി. അവർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. എന്താണ് അതിന്റെ കാരണം? സാധാരണ ചില നക്ഷത്രങ്ങളെ 3 ദിവസത്തിലൊരിക്കൽ ഒരു ഗ്രഹം മറയ്ക്കാറുണ്ട്. ചിലത് വർഷത്തിൽ ഒരിക്കലോ 3 വർഷത്തിലൊരിക്കലോ ആണ് സംഭവിക്കുന്നത്. ആ സമയത്ത് പൂർണ്ണമായും ആ നക്ഷത്രത്തിന്റെ പ്രകാശം നഷ്ടപ്പെടുകയില്ല. ചെറിയൊരു മങ്ങൽ മാത്രമാണ് സംഭവിക്കുക. എന്നാൽ അവരെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തി ത്രികോണാകൃതിയിലുള്ള എന്തോ ഒന്ന് എന്ന് തോന്നിപ്പിക്കുമാറ് ഒരു നക്ഷത്രത്തിന്റെ ചുറ്റും പ്രകാശം മങ്ങുകയും പൂർണ്ണ പ്രകാശമായി മാറുകയും ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഡൈസൺ സ്ഫിയർ പോലെ എന്തോ ഒന്ന് നക്ഷത്രത്തിന് ചുറ്റും കറങ്ങുന്നു. അത് അന്യഗ്രഹ ജീവികളുടെ കൂറ്റൻ സോളാർ സെല്ലുകൾ ആണോ എന്ന് അവർ സംശയിച്ചു. ആ നക്ഷത്രത്തിനടുത്തുള്ള ഒരു ഗ്രഹത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാവാം എന്ന് സൂചന നൽകുന്ന ഒന്നായിരുന്നു അത് എന്ന് നാസയിലെ ജ്യോതിശാസ്ത്രജ്ഞയായ മിഷേൽ താലർ ഓർക്കുന്നു. അത് ഏകദേശം 60 പ്രകാശവർഷം അകലെയാണ് കണ്ടതെന്നാണ് പറയുന്നത്. എന്നാൽ അത് അന്യഗ്രഹ ജീവികളുടേതാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അന്യഗ്രഹ ജീവികളുടെ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളോ മറ്റു സൂചനകളോ ലഭിക്കുകയാണ് എങ്കിൽ അത് പൊതുജനത്തിൽ നിന്ന് നാസ മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് അവർ വ്യക്തമാക്കി. ഇതേക്കുറിച്ച് ആളുകളുടെ ജിജ്ഞാസ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്. 4 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള പ്രപഞ്ചത്തിൽ 500 മില്യണിലധികം ആകാശഗംഗകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അവയിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് ശാസ്ത്രലോകം അനുമാനിക്കുന്നത്. ഇതേക്കുറിച്ച് മനുഷ്യർ അന്നും ഇന്നും അന്വേഷണം നടത്തിവരികയാണ്. നാസയുടെ റേഡിയോ ടെലിസ്കോപ്പുകൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എന്തെങ്കിലും അന്യഗ്രഹ ജീവിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് വർഷങ്ങളായി ആകാശത്തെ നിരീക്ഷിച്ചു വരികയാണ്. 2009 കെപ്ലർ എന്ന സാറ്റലൈറ്റ് നാസ വിക്ഷേപണം നടത്തിയതോടെ അന്യഗ്രഹ ജീവികൾ കണ്ടെത്തുന്നതിനുള്ള മനുഷ്യരുടെ ശ്രമങ്ങൾക്ക് വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഇതിനോട് നമ്മൾ നന്ദി പറയണം. കാരണം ജീവന് സാധ്യതയുള്ള ആയിരക്കണക്കിന് പുതിയ ഗ്രഹങ്ങളെയാണ് ഇത് കണ്ടെത്തിയത്. മറ്റു ഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ഈ സാറ്റലൈറ്റിന്റെ കഴിവ് അന്യഗ്രഹ ജീവികളുടെ കണ്ടെത്തൽ എന്ന മനുഷ്യന്റെ അന്വേഷണത്തിന് കരുത്തു നൽകിയെന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു നക്ഷത്രത്തിന്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ഏതാണ് ഭൂമിയോട് സാദൃശ്യമുള്ളത് എന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ ഈ ചെറിയ സാറ്റലൈറ്റിന് സാധിക്കും. അതുവഴി ഭൂമിയോട് സാദൃശ്യമുള്ള ഗ്രഹങ്ങളെ മാത്രം നിരീക്ഷിക്കാൻ സാധ്യമാവുകയാണ്. 2011 ആദ്യമായി കെപ്ലർ എന്ന ഈ സാറ്റലൈറ്റ് സയന്റിസ്റ്റുകൾക്ക് മിൽക്കി വേ അഥവാ ക്ഷീരപഥത്തെക്കുറിച്ചുള്ള സെൻസസ് റിപ്പോർട്ട് നൽകി. അതുവഴി ക്ഷീരപഥത്തിലെ ബില്യൺ നക്ഷത്രങ്ങൾക്കിടയിൽ ഏതൊക്കെ നക്ഷത്രങ്ങളിലാണ് ഭൂമിയോട് സാദൃശ്യമുള്ള ഗ്രഹങ്ങൾ ഉള്ളതെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. മാത്രമല്ല, നക്ഷത്രങ്ങളെക്കാൾ ഗ്രഹങ്ങളാണ് കൂടുതലായി ക്ഷീരപഥത്തിലുള്ളത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം വരും വർഷങ്ങളിൽ ജീവന്റെ സാന്നിധ്യമുള്ള മില്യൺ ഗ്രഹങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ആകാശഗംഗയിലെ ഓരോ 5 നക്ഷത്രങ്ങളിൽ ഒന്നിൽ വെള്ളമോ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള എന്തെങ്കിലും ഉണ്ട് എന്നാണ്.
ഇനി പറയൂ, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തനിച്ചാവാൻ സാധ്യതയുണ്ടോ? അന്യഗ്രഹ ജീവികൾ എന്നത് വെറും കെട്ടുകഥയാവാൻ സാധ്യതയുണ്ടോ? നമ്മൾ കാണാത്തതിനെപ്പറ്റി അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. കാണാത്ത ദൈവത്തെ മനുഷ്യർ ആരാധിക്കുന്നുണ്ട് എങ്കിൽ അന്യഗ്രഹ ജീവികളും ഉണ്ടാവില്ലേ? പ്രഗത്ഭരായ ജ്യോതിശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ അടുത്ത ദശാബ്ദങ്ങളിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും എന്നാണ്. ജ്യോതിശാസ്ത്രജ്ഞരും സെറ്റി എന്ന അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറുമായ സെയ്ദ് ഷോസ്റ്റാക്ക് 2014 അമേരിക്കൻ കോൺഗ്രസിന് മുൻപാകെ പ്രഖ്യാപിച്ചത് അടുത്ത 20 വർഷത്തിനുള്ളിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടാവും എന്നാണ്. അതിനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ്. അതിനു മുൻപേയുള്ള ഏറ്റവും ശക്തമായ ചോദ്യം, അവർ എന്ത് തരത്തിലുള്ള ജീവികളാണ്? അവർ എന്ത് ജീവിതമാണ് നയിക്കുന്നത്? നമ്മൾ അവരാൽ കണ്ടുപിടിക്കപ്പെടുകയാണോ വേണ്ടത്, അതോ നമ്മൾ അവരെ കണ്ടെത്തുകയാണോ വേണ്ടത് എന്നാണ്. കാരണം അവരുടെ ലക്ഷ്യം എന്താണ് എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. അവർ മനുഷ്യരെ കണ്ടാൽ അവർ വെറുതെ വിടുവാൻ സാധ്യത കുറവാണ്. കാരണം അവർക്ക് മനുഷ്യർ ഒരു വെല്ലുവിളിയാവുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പ്രപഞ്ചത്തിന്റെയും ഭൂമിയുടെയും മനുഷ്യന്റെയും ഉത്ഭവത്തെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കാൾ സാഗൻ സമയ താരതമ്യമുണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: പ്രപഞ്ചത്തിന്റെ വയസ്സ് 1 വർഷമാണ് എങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം വിശദീകരിക്കുന്ന ശാസ്ത്ര സിദ്ധാന്തമായ ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനം സംഭവിച്ചത് ജനുവരി 1-നും സെപ്റ്റംബർ 8-ന് സൂര്യനുണ്ടാവുകയും സെപ്റ്റംബർ 11-ന് ഭൂമിയും ഡിസംബർ 31-ന് രാത്രി 11:31-ന് നമ്മൾ മനുഷ്യരും ഉണ്ടായി. ഇതുപോലെ മറ്റിടങ്ങളിൽ ഇതേ സമയത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടാവും? നാസയിലെ ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നത്, ഇപ്പോൾ ലഭ്യമായ ശാസ്ത്ര വിവരങ്ങളനുസരിച്ച് ഭൂമിയിലെ ജീവന്റെ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ സംഭവിച്ചതുപോലെ വേറെ ഇടങ്ങളിലും സംഭവിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ളതുപോലെ ജീവനുകൾ മറ്റു ഗ്രഹങ്ങളിൽ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. ഭൂമിയോട് സാദൃശ്യമുള്ള ഭൂപ്രകൃതി ഉണ്ടെങ്കിൽ ഉറപ്പായും അവിടെ ജീവനുണ്ടാവാം എന്നാണ്. പ്രപഞ്ചത്തിന്റെ ഒരംശം മാത്രമായ നമ്മുടെ ക്ഷീരപഥത്തിൽ സൂര്യനുൾപ്പെടെ ഏകദേശം 100 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. കൂടാതെ 1 ലക്ഷം ബില്യൺ ഗ്രഹങ്ങളുമുണ്ട്. അവയിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളായ നമ്മൾ മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമാണ് ഉള്ളത് എന്ന് ചിന്തിക്കാൻ കഴിയുക? നിലവിൽ നാസയുടെ മറ്റൊരു ശാഖയായ സെറ്റി അന്യഗ്രഹ ജീവികളുടെ തരംഗങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, തരംഗങ്ങൾ അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ സ്വീകരിക്കുകയോ അതിന് മറുപടി നൽകുകയോ ചെയ്യുന്നതിനു വേണ്ടിയാണ്. ഇതിനുവേണ്ടിയാണ് ഇന്നേവരെയുള്ള ഏറ്റവും വിപുലവും സമഗ്രവുമായ സന്ദേശമായ സൗണ്ട്സ് എർത്ത് 1974 വിക്ഷേപിച്ചത്. അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിലെ ഏതെങ്കിലും ഒരു വർഗത്തെക്കുറിച്ച് അറിയാമെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള എല്ലാം ഈ ഗോൾഡൻ റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗോൾഡൻ റെക്കോർഡിന്റെ ഒരു വശത്ത് 55 ഭാഷകളിലായി മനുഷ്യരുടെ ആശംസകളും ഗാനങ്ങളും ഭൂമിയുടെ പരിണാമവും, ഒരു വശത്ത് ചില കണക്കിലെ സൂത്രവാക്യങ്ങളും ഭൂമിയിലെ വിവിധ സംസ്കാരങ്ങളും മനുഷ്യന്റെ ജനനവും DNA ഘടനയും അടങ്ങുന്ന 100-ലധികം വരുന്ന ചിത്രങ്ങളുമാണ്. ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത് നാസയും ജ്യോതിശാസ്ത്രജ്ഞനായ കാൾ സാഗൻ എന്നിവർ ചേർന്നാണ്. മനുഷ്യരുടെ ആശംസകൾ 55 ഭാഷകളിൽ ഭൂമിയിലേക്ക് സമാധാനത്തോടെ സ്വാഗതം ചെയ്യുന്നതാണ്. എന്നാൽ ഈ സന്ദേശങ്ങൾ മാത്രമല്ല അയക്കുന്നത്, മറ്റു ലോകത്തേക്ക് ചിഹ്നത്തിലും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ആദ്യമായി ഒരു മെസ്സേജ് ബഹിരാകാശത്തേക്ക് അയക്കുന്നത് 1972-ലാണ്. ആ മെസ്സേജിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ചിത്രങ്ങളും ഭൂമിയുടെ സ്ഥാനവും രേഖപ്പെടുത്തിയിരുന്നു. ഏറ്റവും കരുത്തുള്ള സന്ദേശം അയക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള റേഡിയോ ടെലിസ്കോപ്പിൽ നിന്ന് 1974-ലാണ്. അത് ഭൂമിയിലെ ഗണിതശാസ്ത്രപരവും ശാസ്ത്രീയവുമായ ജീവിതത്തെ കാണിക്കുന്ന ചിഹ്ന സന്ദേശമായിരുന്നു. ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ ആ സന്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവുമെന്നും എന്നെങ്കിലും ഒരു ദിവസം അതിനൊരു മറുപടി കിട്ടുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. എന്നാൽ വലിയൊരു വെല്ലുവിളി മറ്റൊന്നാണ്. അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമുള്ള ഒരു ഗ്രഹം കണ്ടെത്തിയാൽ എങ്ങനെയാണ് അന്യഗ്രഹ ജീവികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു സന്ദേശം അയക്കുക? എങ്ങനെയാണ് അവരുമായി ആശയവിനിമയം നടത്തുക? മനുഷ്യൻ ഇന്നേ വരെ നേരിട്ടതിൽ വച്ച് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത്. ഒരുപക്ഷെ അസാധ്യവുമായിരിക്കാം. നിലവിൽ സെറ്റി അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം സാധ്യമാവുന്ന ഒരു മാർഗം കണ്ടെത്തുന്നതിന്റെ ഗവേഷണത്തിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത്തരത്തിൽ മനുഷ്യരെ പോലെ സമാനതകളുള്ള ജീവികൾ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവർ കാണാൻ? എങ്ങനെയാവും അവരുടെ ഭൂമിയുടെ സൗന്ദര്യം, അവരുടെ ഭാഷ, വേഷം, ഭക്ഷണ രീതികൾ, സംഗീതം? തെല്ല് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്കൊരു ചിത്രം വരുന്നുണ്ടോ? വളരെ കൗതുകവും ആവേശവും തരുന്നതാണ് അത്. ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവയിലേക്ക് ഒരുപാട് നക്ഷത്രങ്ങൾ കടന്ന് മനുഷ്യന് സഞ്ചരിക്കുക അസാധ്യമാണ്. നേരെ മറിച്ച് അവർ വളരെ അപകടകാരികളാണെങ്കിലോ? ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വരുന്നുണ്ട് എങ്കിൽ ഉറപ്പായും മനുഷ്യരെക്കാൾ കോടിക്കണക്കിന് ഇരട്ടി നൂതന സാങ്കേതിക വിദ്യയുള്ളവരാണ് അവർ എന്ന് ഉറപ്പിക്കാം.
മാത്രമല്ല അവർ ഭൂമിയിലെത്തുകയാണ് എങ്കിൽ മനുഷ്യരെ അവർ നമ്മൾ ഉറുമ്പുകളെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെയായിരിക്കും കണക്കാക്കുക. ഒരുപക്ഷെ മനുഷ്യകുലം അവർ നശിപ്പിച്ചേക്കാം. പക്ഷെ അത്തരമൊരു ജീവികളടങ്ങുന്ന ഗ്രഹങ്ങൾ കണ്ടെത്താനുള്ള ജിജ്ഞാസ തന്നെയാണ് വളരെ സങ്കീർണമായ ജോലികൾ ജ്യോതിശാസ്ത്രജ്ഞർ ഇന്നും തുടരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അയക്കുന്ന സന്ദേശങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത്? സാധ്യതകൾ പലതാണ്. അതിങ്ങനെയാവാം. അന്യഗ്രഹ ജീവികളുണ്ട്, പക്ഷേ അവർ നമ്മളോട് ആശയവിനിമയം നടത്തുന്നില്ല. നമ്മൾ മെസ്സേജുകൾ അയക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ലഭിക്കുന്നില്ല. അവർ മറുപടി അയക്കുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് കേൾക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾക്കത് സ്വീകരിക്കാനോ ഡീകോഡ് ചെയ്യാനോ കഴിയുന്നില്ല. അവർ ഭൂമിയിൽ വന്നിട്ടുണ്ടാവാം, അവിടെ മനുഷ്യർ ഇല്ലായിരിക്കും. അവർ ഭൂമിയിൽ വരുന്നുണ്ടാവാം, പക്ഷേ ആരും കാണുന്നില്ല. മറ്റൊന്ന്, അവർ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കാം. ഒരുപക്ഷെ അവർ പരസ്പരം ഏറ്റുമുട്ടി നശിച്ചു പോയിരിക്കാം. കാരണം മനുഷ്യരെക്കാൾ ബുദ്ധിയിലും കഴിവിലും വമ്പന്മാരായ അവർ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിൽ പരസ്പരം ഏറ്റുമുട്ടി അവരുടെ ഗ്രഹങ്ങൾ തകർന്നു പോയിരിക്കാം. അനുമാനങ്ങൾ പലതാണ്. നമ്മുടെ മനുഷ്യകുലത്തെ എന്നേക്കുമായി സംരക്ഷിക്കാൻ, നമ്മുടെ പുതിയ തലമുറകൾ എന്നെന്നും നിലനിൽക്കാൻ, നമ്മുടെ ഇന്നത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്കും അസുഖങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്താനും മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാനുമുള്ള ഒരുപക്ഷെ പ്രചോദനം നൽകാൻ അന്യഗ്രഹ ജീവികളുമായുള്ള ആശയവിനിമയം നടത്താൻ കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ജ്യോതിശാസ്ത്രജ്ഞർ കൂടുതലായും പ്രതീക്ഷിക്കുന്നതും വാചാലരാവുന്നതും. കാരണം നമ്മളെക്കാൾ 1000 ഇരട്ടി ബുദ്ധിയുള്ളവരാകാം അവർ. അത് സംഭവിക്കട്ടെ. ഇനി പറയൂ, അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഏതെങ്കിലും ഗ്രഹത്തിൽ ഉണ്ടാവുമോ? അതിന്റെ ഉത്തരമായി പണ്ട് വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ്: ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭൂമി പോലുള്ള ഗ്രഹങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പ്രപഞ്ചത്തിലെ മറ്റെവിടെയെങ്കിലും ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ ലഭിക്കാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന ഈ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.